Hi all, welcome to my channel. ഇന്ന് നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ നമുക്കറിയാം അല്ലേ, സ്റ്റേബിൾ. നമ്മൾ സ്റ്റേബിൾ ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? എന്തൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ എൻറ്റിറ്റി നമ്മളെ വന്ന് ഹിറ്റ് ചെയ്താലും ഇഫ് വി ആർ നോട്ട് ഗെറ്റിംഗ് എഫക്റ്റഡ് അല്ലേ, നമുക്കതുകൊണ്ട് എഫക്റ്റ് ഒന്നും ആവുന്നില്ല. ഇനി ചെറിയ എഫക്റ്റ് ഉണ്ടായാലും തിരിച്ച് നമുക്ക് നമ്മളെ പഴയ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്റ്റേബിൾ അല്ലേ. ആ വേർഡിൻ്റെ മീനിങ് അതാണ് അല്ലേ. ഇപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ടുള്ള ഇൻപുട്ട് കാരണം സം ഓസിലേഷൻസ് ആർ ഫോംഡ് എന്ന് വിചാരിക്കുക. സം ഓസിലേഷൻസ് ആർ ഫോംഡ് and if that oscillation get fade as time passes, okay, time ചെല്ലുന്തോറും ആ ഓസിലേഷൻ ഫെയ്ഡ് ആയി സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ we can say that ആ സിസ്റ്റം ഒരു സ്റ്റേബിൾ സിസ്റ്റം ആണ്. ഇനി അതല്ല, ആ ഓസിലേഷൻ കുറച്ച് ഫെയ്ഡായി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അത്ര കാര്യമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ we can say that the system is marginally stable. ഇനി അതൊന്നുമല്ല, ആ ഓസിലേഷൻ ആസ് ടൈം പാസസ് ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് മാഗ്നിഫൈ ചെയ്ത് അതിൻ്റെ എന്താ പറയുക മാഗ്നിറ്റ്യൂഡ് ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. ഓക്കെ, അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് കൺട്രോൾ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്യാം. എ സ്റ്റേബിൾ സിസ്റ്റം, എ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം ആൻഡ് ഫൈനലി ആൻ അൺസ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, ഇനി രണ്ട് തരത്തിൽ നമുക്ക് എന്താ പറയുക സ്റ്റെബിലിറ്റീനെ മെഷർ ചെയ്യാം. ഒന്ന് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, രണ്ടാമത്തത് റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ആ പേരിൽ തന്നെ ഉണ്ട് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി, റിലേറ്റീവ് സ്റ്റെബിലിറ്റി. റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ എപ്പോഴും വെലോസിറ്റി ആയാൽ ആക്സിലറേഷനൊക്കെ റിലേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു സംതിങ് അല്ലേ, നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡിയുടെ ബേസിൽ പറയുന്ന ടേമാണ് റിലേറ്റീവ് ഇൻ റിലേഷൻ ടു സംതിങ് എൽസ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ, ഒരു കമ്പാരിസൺ സ്റ്റഡിയിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനത്തെ സ്റ്റെബിലിറ്റിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിലേറ്റീവ് സ്റ്റെബിലിറ്റി എന്ന് പറയും. അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടൊരു പെർട്ടിക്കുലർ ഫിക്സഡ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഈ സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രോൾ സിസ്റ്റം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയെ കുറിച്ച് നോക്കാം. ഇനി നമുക്കറിയാം, ഒരു കൺട്രോൾ സിസ്റ്റത്തിന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലേ. 1 + g(h) = 0 അങ്ങനെയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൺട്രോൾ സിസ്റ്റത്തെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ, അതിന് നമുക്കറിയാം അതിന് ഡിഫറെൻറ്റ് ഓർഡർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അപ് ടു n. എത്ര ഹയർ ഓർഡറിലും നമുക്ക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കോട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ലെറ്റ് ഇറ്റ് ബി A0s + A1 = 0 ആണെന്ന് വിചാരിക്കുക ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് S is equal to -A1/A0 -A1/A0 ആണ്. അതേപോലെ ഒരു സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദാറ്റ് A0s² + A1s + A2 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം, അതിൻ്റെ സൊല്യൂഷൻ അല്ലേ, റൂട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -A1 ± √A1² - 4A0A2 divided by 2A0. ഇത് ഫസ്റ്റ് ഓർഡർ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിനോട്ടിങ് ടു കൺട്രോൾ സിസ്റ്റംസ്. അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിസ്റ്റത്തിന് ഡിനോട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഓർഡറിൻ്റെത് ഇത്, സെക്കൻഡ് ഓർഡറിൻ്റെത് ഇത്. ഇനി ഫസ്റ്റ് നമ്മൾ അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി പറയുന്ന കേസിൽ നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം നമ്മളതിനെ പ്ലോട്ട് ചെയ്യാൻ നമുക്കറിയാം ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? അതിൻ്റെ റൂട്ടുകൾ കിട്ടും അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്നും നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ്റെ എന്ത് കിട്ടുന്നു? റൂട്ട്സ് കിട്ടും. ഓക്കെ, ഇനി ആ റൂട്ട്സിനെ നമ്മൾ ആക്സിസിൽ നമ്മൾ പ്ലെയിനിലേക്ക് എസ് പ്ലെയിനിൽ നമ്മളതിനെ മാർക്ക് ചെയ്യാണ്. റൂട്ട്സിനെ നമ്മൾ എന്ത് ചെയ്തു? എസ് പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇത് നമ്മുടെ ഏതാണ്? റിയൽ axis. This is our imaginary axis. So this is
imaginary positive axis and this is minus imaginary axis. The positive real axis and this is negative real axis. ഇനി നമ്മൾ സ്റ്റെബിലിറ്റീനെ എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ if the roots are coming here, if the roots are coming at the left side of the imaginary axis, ഇത് ലെഫ്റ്റ് സൈഡിലാണ് റൂട്ട്സ് മാർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ we can say that the system is stable. ഓക്കെ, ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നു, അതിന് നമ്മൾ സൊല്യൂഷനായിട്ട് അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നു. ഇഫ് ഓൾ ദ റൂട്ട്സ് ആർ കമ്മിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദ എസ് പ്ലെയിൻ, ഇത് എസ് പ്ലെയിൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഓക്കെ, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ സ്റ്റേബിൾ ആണ്. ഇനി അതല്ല, ഇഫ് ദ റൂട്ട്സ് ആർ കമ്മിങ് ഓൺ ദി റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ആണെങ്കിൽ അത് എല്ലാ റൂട്ടും ആയിക്കോളണമെന്നില്ല, അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് എങ്കിലും റൈറ്റ് സൈഡിൽ വന്നാൽ വി ക്യാൻ സേ ദാറ്റ് ദി സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ. അതേപോലെ ഇപ്പോൾ വരുന്നത് ഇമാജിനറി ആക്സിസിലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഫോർ എ സിസ്റ്റം ടു ബി സ്റ്റേബിൾ എന്തായിരിക്കണം? ഓൾ ദ റൂട്ട് ഷുഡ് കം ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ എസ് പ്ലെയിൻ. If at least one of the root is coming on the right side, we can say that the system is unstable. ഒന്നെങ്കിലും റൈറ്റ് സൈഡിൽ വന്നാൽ മതി, സിസ്റ്റം എന്തായി പോവും? അൺസ്റ്റേബിൾ ആയി പോവും. ഇനി അതല്ല, ഇമാജിനറി ആക്സിസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ we can say that the system is marginally stable. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട് നമുക്ക് കിട്ടി എസ് ഇക്വൽ ടു മൈനസ് a1/a0 ആണ്. സോ മൈനസ് a1/a0 ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണല്ലോ, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ആക്സസ് ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. സോ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ a1 ഷുഡ് ബി പോസിറ്റീവ് ആൻഡ് a0 ഷുഡ് ബി പോസിറ്റീവ്. a1ഉം a0 രണ്ട് കോഎഫിഷ്യൻസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇനി സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിലും ഇതേപോലെ a1 a0 a2 ഷുഡ് ബി പോസിറ്റീവ്. മൂന്ന് കോഎഫിഷ്യൻസും a0യും a1ഉം a2ഉം എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം. അങ്ങനെയാണെന്ന് വെച്ചാൽ മാത്രമാണ് ആ റൂട്ടിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നെഗറ്റീവ് എന്ന് കിട്ടുള്ളൂ. നെഗറ്റീവ് ആയാലേ ലെഫ്റ്റ് സൈഡിൽ പോവുള്ളൂ, എന്താ ഉള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ നമുക്ക് പറയാം a1 a0 പോസിറ്റീവ് ആയിരിക്കണം, ഓൾ ദി കോഎഫിഷ്യൻ ഷുഡ് ബി പോസിറ്റീവ്. സെക്കൻഡിൻ്റെ കേസിൽ നമുക്ക് പറയാം ഓൾ ഷുഡ് ബി പോസിറ്റീവ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ a1ഉം a0യും സെയിം സൈൻ ആയാലും മതി. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ a1ഉം നെഗറ്റീവ് ആവണം, a0യും നെഗറ്റീവ് ആവണം. അപ്പോൾ മൈനസ് a1/minus a0 ഈസ് പോസിറ്റീവ്, ഹിയർ ദർ ഇസ് എ മൈനസ്, സോ ഓൾ ടുഗെദർ നെഗറ്റീവ് ആവും. അതേപോലെ ഇവിടെയും a1 a0 a2 ഈതർ പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ മൂന്നിൻ്റെയും സൈൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ വരെ നമുക്കിത് ഈസിയർ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ തേർഡ് ഓർഡർ തൊട്ട് അങ്ങോട്ട് ഹയർ ഓർഡേഴ്സ് വരുമ്പോൾ നമുക്കിത് ഇത്ര ഈസി അല്ല. ലൈക്ക് നമുക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ലൈക്ക് മൂന്നും അല്ലെങ്കിൽ 4 കോഎഫിഷ്യൻറ്റും പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ എല്ലാം സെയിം സൈൻ ആവണം എന്നൊന്നും നമുക്ക് കോട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഹാവിറ്റ്സ് എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഹാവിറ്റ്സ് ഡിറ്റർമിനൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ ഹാവിറ്റ്സ് ഡിറ്റർമിനൻസ് എങ്ങനെയാണെന്നൊന്നും വേണ്ട. അപ്പോൾ ഹാവിറ്റ്സിൻ്റെ ആ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ റൂത്ത് എന്ത് ചെയ്തു? ഈ ഹാവിറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു നല്ല മെത്തേഡ് സ്റ്റെബിലിറ്റി, അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു ഒരു നല്ല മെത്തേഡ്. ആ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയൻ. ഓക്കെ, ഹാവിറ്റ്സ് ഡിറ്റർമിനൻറ്റും ഈ എല്ലാ ഇതുവരെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ്സും എല്ലാം കൂടെ എടുത്തിട്ട് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് റൂത്ത് കൊണ്ടുവന്ന ക്രൈറ്റീരിയൻ ആണ്, ഒരു മെത്തേഡാണ് റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയ. അപ്പോൾ നമുക്കിനി റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയൻ ഫസ്റ്റ് നോക്കാം. ഈ റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയനിൽ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഓരോ പ്രോബ്ലം വെച്ചിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. വെറുതെ പറയണേലും പ്രോബ്ലം ബേസിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ആദ്യം ഏറ്റവും ബേസിക് ആയിട്ട് റൂത്ത് ഹാവിറ്റ്സ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒരു തേർഡ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. x³ + 4.5x² + 3.5s + 1.5 = 0. ഇതൊരു കൺട്രോൾ സിസ്റ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്.
അപ്പം റൂത്ത് ഹാവിസ് ക്രൈറ്റീരിയനിൽ ഫസ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദ റൂത്ത് അറേ. നമ്മളൊരു റൂത്ത് അറേ നമ്മൾ ഫോം ചെയ്യണം. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് കോഎഫിഷ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് കോഎഫിഷ്യൻസ് വെച്ചിട്ട് ഒരു ടേബിൾ നമ്മൾ ഫോമുലേറ്റ് ചെയ്യും. ആ ടേബിളിന് എത്ര റോ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇതിൻ്റെ എത്രയും ഉണ്ടാവും, എസ് ക്യൂബ് അല്ലേ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റൈസ് ടു 1. ഹിയർ എന്താ ഉള്ളത്, എസ് റൈസ് ടു 0. എനിത്തിങ് റൈസ് ടു 0 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ കാണിക്കാത്തത്. അപ്പോൾ എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റൈസ് ടു 1, എസ് റൈസ് ടു 0. അപ്പം 4 റോസ് ഉള്ള ഒരു റൂത്ത് അറയാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നമ്മൾ ആദ്യം ഇവരുടെ നോട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റൈസ് ടു 1, എസ് റൈസ് ടു 0. ഇനി ഇതിൻ്റെ നേരെ എസ് ക്യൂബിൻ്റെ നേരെ ഫസ്റ്റത്തെ ഓർഡറിൻ്റെ നേരെ നമ്മൾ ആൾട്ടർനേറ്റ് കോഎഫിഷ്യൻസ് ആണ് എടുക്കുന്നത്. ആൾട്ടർനേറ്റ് കോഎഫിഷ്യൻ വാല്യൂസ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻറ്റ് വിച്ച് ഈസ് 1, ദെൻ എസ് സ്ക്വയർ എടുക്കരുത്, എസിൻ്റെ കോഎഫിഷ്യൻറ്റ് വിച്ച് ഈസ് 3.5. അടുത്തത് എസ് സ്ക്വയർ ഇല്ലേ, അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ചെയ്ത് 4.5, ദെൻ 3.5 ഓൾറെഡി എടുത്തു. അടുത്ത ആൾ 1.5. ഇത്രയാണ് ഇതിന്ന് എടുത്ത് എഴുതാനുള്ള കോഎഫിഷ്യൻസ് വരുള്ളൂ. ആദ്യത്തെ 2 എണ്ണത്തിനേ വരുള്ളൂ. അടുത്തത് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക, ഡിവൈഡഡ് ബൈ വാല്യൂ. അതായത് ഫസ്റ്റിൽ ഇപ്പോൾ എസ് റൈസ് ടു 1 ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദീസ് കോഎഫിഷ്യൻസ്. എങ്ങനെ കാണണം, 4.5 ഇൻറ്റു 3.5 മൈനസ് 1 ഇൻറ്റു 1.5. ഇപ്പോൾ ഡിറ്റർമിനൻ്റായി ദ ഓൾ ഡിവൈഡഡ് ബൈ നമ്മളെ ഇയാളെടുക്കുക 4.5. ഇവിടുത്തെ വാല്യൂ 4.5. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, 4.5 ഇൻറ്റു 3.5 മൈനസ് ആരെടുക്കുന്നു, ഇവരെ 2 പേരെ 1 ഇൻറ്റു 1.5 ദ ഓൾ ഡിവൈഡഡ് ബൈ എന്തെടുക്കുന്നു, ഈ 4.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഇങ്ങനെ കിട്ടും 3.16. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ കിട്ടും, 3.16 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ ഇവരെയാണ്, പിന്നെ ഇവിടെയുള്ള സെറ്റിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ വേറെ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല. മീൻസ് S3 അല്ലേ, ഓർഡർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് കോഎഫിഷ്യൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ആക്ച്വലി എന്തേ ഉള്ളൂ, 0 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 0 അല്ലേ. ഇതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്തായി, 0 ആയി. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കേസിൽ നമ്മൾ ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് കണ്ട് ലാസ്റ്റ് ഇനി ഇല്ല എന്നുള്ള കേസ് വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതായത് S0 ഇത്രേ വരുള്ളൂ, ഇതിലേറെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മാക്സിമം S റൈസ് ടു 0 അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ നമുക്ക് 3.16 ഇൻറ്റു 1.5 മൈനസ് 4.5 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 3.16. ഇതേപോലെ ചെയ്യാം. 3.16 ഇൻറ്റു 1.5 മൈനസ് 4.5 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ആൾ ആരാ, 3.16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് 1.5 എന്ന് കിട്ടും. 1.5 ഇത് നേരത്തെ പോലെ തന്നെ 0 ആണ്. ഇനി നമുക്ക് കോഎഫിഷ്യൻ ബേസിസിൽ ചെയ്യാനും ഇല്ല, ഡിറ്റർമിനൻ്റ് എടുത്താലും 0 ആണ്. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട, കാരണം S റൈസ് ടു 0 വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ S റൈസ് ടു 0 വരെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ എന്ത് ഫോം ചെയ്യണം, ഇങ്ങനെ ഒരു റൂത്ത് അറേ ഫോം ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ഇനി നമ്മൾ സ്റ്റെബിലിറ്റി ഉണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് കോളം ഉണ്ടല്ലോ, ഇതല്ല എസിൻ്റെ അല്ല, ഈ വാല്യൂസിൻ്റെ ഫസ്റ്റ് കോളം, ഈ ഫസ്റ്റ് കോളം ആക്ച്വലി ഹാവിറ്റ്സ് ഡിറ്റർമിനൻസിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് കോളം എന്തിനെ കാണിക്കുന്നത്, ഹാവിറ്റ്സ് ഡിറ്റർമിനൻസിനെയാണ് കാണിക്കുന്നത്. ഇത് ഒന്നും തന്നെ നെഗറ്റീവ് വാല്യൂസ് ആവാൻ പാടില്ല. ഇവിടെ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള സൈൻ ചേഞ്ചസും വരാൻ പാടില്ല. ഓൾ ഷുഡ് ബി പോസിറ്റീവ്. എല്ലാം എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ സിസ്റ്റം നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് നമ്പറെങ്കിലും വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ നോക്കൂ, ഇവിടെ എവിടെയും തന്നെ ഒരു നെഗറ്റീവ് നമ്പർ വന്നിട്ടില്ല, എല്ലാം തന്നെ പോസിറ്റീവ് ആണല്ലേ. ഈ ഫസ്റ്റ് കോളം ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദി സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്ന കൺട്രോൾ സിസ്റ്റം ഈസ്
സ്റ്റേബിൾ. ഇത്രയേ ഉള്ളൂ ഹാവിസ് റൂത്ത് ഹാവിസ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് സ്റ്റെബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. വളരെ എളുപ്പമാണ്. ഇനി അതിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നോക്കണ്ടുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ എന്ത് കണ്ടു? ഫസ്റ്റ് കോളത്തിൽ എവിടെയും നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. ഓൾ ദ കോളം വാല്യൂസ് ആർ പോസിറ്റീവ്. ഇങ്ങോട്ടേക്ക് വന്ന പ്രശ്നമില്ല. ഇവിടെയാണ് പറയണത് ഫസ്റ്റ് കോളത്തിൽ ഓൾ ഷുഡ് ബി പോസിറ്റീവ്. സോ ഹിയർ ദ സിസ്റ്റം ഇസ് സ്റ്റേബിൾ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ ഇതല്ലാതെ വരുന്നത് നോക്കാം. അടുത്ത നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് തന്നിട്ടുള്ള എക്സാമ്പിൾ. 3s⁴ + 10s³ + 5s² + 5s+2 = 0. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര ആളുണ്ട് എസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ അക്കൗട്ട് ചെയ്യാം. അപ്പോൾ s⁴ ഉണ്ട്, s³, s², s⁴ ആൻഡ് s⁴. ഫസ്റ്റിൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് s⁴ കോഎഫിഷ്യൻറ്റ് തുടങ്ങാം. അപ്പോൾ എന്ത് കിട്ടും? 3, ഇതില്ല ഇത് 5, ഇതില്ല ഇത് 2. s³ 10², പിന്നെ ഈ 5 ഇനി ഇല്ല അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് 0 എന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് s² തൊട്ട് ഇങ്ങോട്ടേക്ക് ഡിറ്റർമിനൻറ്റ് കാണുന്നു. അപ്പോൾ എന്ത് കിട്ടും? 10 × 5 = 50 - 15/10 അല്ലേ. 50 - 15, 3 × 5 15/10 എത്രയാണ്? 35/10 which is 3.5. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ എഴുതാം 3.5 കിട്ടി. ഇനി ഈ ഡിറ്റർമിനൻറ്റോ 5 × 2 is 10 മൈനസ് ഇത് 0 ആണ് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്താണ് കിട്ടും? 2 കിട്ടും. ഇവിടെ ഒന്നുമില്ല 0. അവിടെ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, 0 എന്ന് എഴുതണമെന്നില്ല. 2. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ ഡിറ്റർമിനൻറ്റ് 3.5 × 5 മൈനസ് 2 × 10/3.5 എന്ത് കിട്ടും? 3.5 × 5 മൈനസ് 2 × 10/3.5. 35 × 5, 25 × 15, 7. 17.5 മൈനസ് 20/3.5 എന്ന് കിട്ടും അല്ലേ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പാണ് അതൊരു നെഗറ്റീവ് വാല്യൂ. കാരണം 17.5 ആകുമ്പം 5, 2, 2 അല്ലേ. പക്ഷേ ഏതാണ് വലുത്? 20 ആണ്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും -2.5/3.5 എന്ന് കിട്ടും. -2 നിങ്ങൾ ചെയ്ത് നോക്കുക. -2.5/3.5 എന്നാണ് നമുക്ക് ഈ ഡിറ്റർമിനൻറ്റ് കിട്ടുക. ഇവിടെ എന്താണ്? 2 × 0 is 0, 5 × 0 is 0. സോ വി ഗെറ്റ് 0. ഓക്കെ, അടുത്തത് ഇതും കൂടെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ എന്ത് കിട്ടും? -2.5/3.5 × 2 -0 അതേ ടേം തന്നെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ക്യാൻസലായി പോവും. 2 അല്ലേ. 0 എന്ന് എഴുതണമെന്നില്ല. 2 അല്ലേ. 2 കിട്ടൂലേ. ഇതേ ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ ഇത് തന്നെയാണ്, കാരണം ഇത് 0 ആണ്. അപ്പോൾ മൈനസ് പോയിട്ട് 2 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? ഫസ്റ്റ് കോളം നോക്കുക. റഫ് സ്പേസ് ഫസ്റ്റ് കോളം നോക്കേ. ഫസ്റ്റ് കോളം നോക്കുമ്പോൾ ഇവിടെ എന്ത് വന്നു? ഒരു നെഗറ്റീവ് വാല്യൂ വന്നു അല്ലേ. നമ്മൾ പറഞ്ഞ എന്താണ്? ഹാവിസ് ഡിറ്റർമിനൻസ് ആണ്. ഫസ്റ്റ് കോളത്തിലെ എല്ലാ വാല്യൂം എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പക്ഷെ ഇവിടെയാണോ? അല്ല. ഈ ഒരാൾ എന്തായി? നെഗറ്റീവായി. ദാറ്റ് മീൻസ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണിക്കുന്ന കൺട്രോൾ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഇത് അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. അതായി ഫസ്റ്റ് റൂട്ട് അറേ എഴുതി നെഗറ്റീവ് വാല്യൂ വന്നുകൊണ്ട് അൺസ്റ്റേബിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇങ്ങനെ അൺസ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എത്ര റൂട്ടുകളാണ് റൈറ്റ് സൈഡിൽ വന്നത് എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നോക്കിയേ, ഒരു തവണ ഇതെന്തായി? നെഗറ്റീവായി. രണ്ടാമത് എന്തായി? പോസിറ്റീവായി. അപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര സൈൻ ചേഞ്ചസ് അവിടെ വന്നു? 2 വന്നു അല്ലേ. ഫസ്റ്റ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവായി, ദെൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവായി. അപ്പോൾ അവിടെ 2 സൈൻ ചേഞ്ചസ് വന്നു. ആ 2 സൈൻ ചേഞ്ചസ് ഇൻഡിക്കേറ്റ് ദർ ആർ 2 റൂട്ട്സ് ഓൺ ദി റൈറ്റ് സൈഡ്. എത്ര സൈൻ ചേഞ്ചസ് സംഭവിച്ചു എന്നുള്ളതാണ് എത്ര റൂട്ട്സ് ആണ് റൈറ്റ് സൈഡിൽ ഉള്ളതെന്ന് കാണിക്കുന്നത്. ഇവിടെ ദർ ആർ 2 സൈൻ ചേഞ്ചസ് ഇൻഡിക്കേറ്റ് 2 റൂട്ട്സ് ആർ ഓൺ ദി റൈറ്റ് സൈഡ്. സോ ദ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നെഗറ്റീവ് വന്നാലുള്ളത്. ഇനി ഇതിൽ തന്നെ സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ. താങ്ക് യു.